മാരാരിന്റെ കുമ്പസാരം ഇത് സത്യസന്ധതയാണോ സ്വയം സർട്ടിഫിക്കറ്റ് നൽകുന്നതാണോ എന്നതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ബിഗ് ബോസിലൂടെ മലയാളികൾക്കിടയിൽ ശ്രദ്ധേയനായ അഖിൽ മാരാർ ഇപ്പോൾ സ്വയം ജീവിതത്തിന്റെ കണക്ക് പുസ്തകം തുറന്നിരിക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെ വളർന്നു, ബിഗ് ബോസിന് ശേഷം എത്ര പണം സമ്പാദിച്ചു, എന്തൊക്കെ വാഹനങ്ങൾ വാങ്ങി, എത്ര കോടികളുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടത്തി, ആരൊക്കെ സഹായിച്ചു, രാഷ്ട്രീയത്തിൽ എന്തുകൊണ്ട് തിരിച്ചടി നേരിട്ടു തുടങ്ങി നിരവധി കാര്യങ്ങളാണ് അഖിൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത്. എന്നാൽ അഖിലിന്റെ ഈ കുറിപ്പ് ഒരു ജീവിതകാലം മാത്രമാണോ അതോ സ്വന്തം ഇമേജിന് വീണ്ടും തിളക്കം നൽകാനുള്ള ഒരു ശ്രമമാണോ എന്ന സംശയവും വിമർശനവും ഇപ്പോൾ തന്നെ ഉയർന്നു കഴിഞ്ഞു. കാരണം കുറിപ്പിന്റെ തുടക്കം മുതൽ അവസാനം വരെ അഖിൽ പറയുന്നത് സ്വന്തം വിജയത്തിന്റെ കണക്കുകൾ മാത്രമല്ല, അതോടൊപ്പം സ്വന്തം സത്യസന്ധതയുടെ സർട്ടിഫിക്കറ്റും സ്വയം നൽകുകയാണ്. ഇല്ലാത്തത് ഉണ്ടെന്ന് പറഞ്ഞ് നാട് മുഴുവൻ നടന്ന് തട്ടിപ്പ് കാണിക്കുന്ന ഫ്രോഡുകൾ കാരണം ചില കാര്യങ്ങൾ തുറന്നു പറയേണ്ടിയിരിക്കുന്നു എന്നാണ് അഖിൽ പറയുന്നത്. മറ്റുള്ളവരെ ഫ്രോഡുകൾ എന്ന് വിളിച്ചുകൊണ്ടാണ് സ്വന്തം ജീവിതത്തിന്റെ കണക്കുകൾ അഖിൽ അവതരിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ ചോദ്യം മറ്റൊന്നാണ്. മറ്റുള്ളവരുടെ സത്യസന്ധത അളക്കുന്നതിന് മുൻപ് സ്വന്തം അവകാശവാദങ്ങൾ എത്രത്തോളം തെളിയിക്കാനാകും എന്ന ചോദ്യം. 2023 ജനുവരിയിൽ ഫ്ളാറ്റിന്റെ വാടകയും കാറിന്റെ EMIയും എങ്ങനെ അടയ്ക്കുമെന്ന ആശങ്കയിലായിരുന്നു താനെന്ന് അഖിൽ പറയുന്നു. ഭാര്യ ലക്ഷ്മിയോട് കൊട്ടാരക്കരയിലേക്ക് മാറിക്കോളാനും കാർ വിറ്റിട്ട് താൻ എവിടെയെങ്കിലും താമസിക്കാമെന്നും പറഞ്ഞിരുന്ന സമയത്താണ് ബിഗ് ബോസ് ജീവിതത്തിലേക്ക് വന്നത്. ഒരു ദിവസം 10,000 രൂപ ശമ്പളം പോലും തനിക്ക് വലിയ തുകയായിരുന്നുവെന്നും കുടുംബത്തിന് വേണ്ടിയാണ് ബിഗ് ബോസിലേക്ക് പോയതെന്നും അഖിൽ പറയുന്നു. 50 ദിവസം നിന്നാൽ 5 ലക്ഷം രൂപ കിട്ടുമെന്നായിരുന്നു ലക്ഷ്യം. എന്നാൽ പുറത്തു വന്നപ്പോൾ 50 ലക്ഷവും കാറും ശമ്പളമായി 10 ലക്ഷവും ലഭിച്ചുവെന്നാണ് അഖിലിന്റെ അവകാശവാദം. ഇവിടെ മുതൽ കഥ മാറുകയാണ്. ബിഗ് ബോസിന് ശേഷം സിനിമയിൽ നിരവധി അവസരങ്ങൾ ലഭിച്ചെന്നും ജോജു ജോർജിന്റെ പണി സിനിമയിൽ ഡയറക്ടറായും പ്രധാന വേഷത്തിലും അഭിനയിക്കാൻ വിളിച്ചിരുന്നെന്നും അഖിൽ പറയുന്നു. എന്നാൽ താൻ ആ അവസരം നിരസിച്ചു. സംവിധായകന്റെ കുപ്പായം പെട്ടെന്ന് അണിഞ്ഞാൽ തന്റെ ഫേസ് വാല്യൂ പോകുമെന്നും സിനിമ പരാജയപ്പെട്ടാൽ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകേണ്ടി വരുമെന്നും കരുതിയെന്നാണ് അഖിൽ പറയുന്നത്. സിനിമ വേണ്ടെന്ന് വെച്ചെങ്കിലും സ്വന്തം ഫേസ് വാല്യൂവിന്റെ വില അഖിൽ കൃത്യമായി തിരിച്ചറിഞ്ഞു. ഒരു ഉദ്ഘാടനത്തിന് 5 ലക്ഷം രൂപ ചോദിച്ചു. ആദ്യ പരിപാടി ഉറപ്പായപ്പോൾ തന്റെ വില 5 ലക്ഷം രൂപയാണെന്ന് മനസ്സിലായി. പിന്നീട് നാട്ടിലും വിദേശത്തുമായി നിരവധി പരിപാടികൾ. ഒരു അഭിമുഖത്തിന് 1 ലക്ഷം രൂപ വരെ വാങ്ങി. ബിഗ് ബോസിന് ശേഷമുള്ള ആദ്യ ജന്മദിന പരിപാടി പോലും 5 ലക്ഷം രൂപയ്ക്ക് ചെയ്തുവെന്നും അഖിൽ പറയുന്നു. ഒരിക്കൽ 500 രൂപ കമ്മീഷൻ കിട്ടാൻ 10 തവണ കയറിയിറങ്ങി നടന്ന തനിക്ക് പിന്നീട് ഒറ്റ ഫോൺ കോളിലൂടെ 32 കോടി രൂപയുടെ പ്രോപ്പർട്ടി ഡീൽ നടത്താൻ കഴിഞ്ഞെന്നും അഖിൽ പറയുന്നു. ഇതെല്ലാം ഒരു വ്യക്തിയുടെ സാമ്പത്തിക വളർച്ചയുടെ കണക്കുകളാണ്. പക്ഷേ ഓരോ നേട്ടവും എണ്ണി പറയുന്നതിനൊപ്പം എനിക്ക് ഇത്ര വിലയുണ്ട് എന്ന് ആവർത്തിക്കുന്നതാണ് അഖിലിന്റെ കുറിപ്പിനെ വ്യത്യസ്തമാക്കുന്നത്. 2024 ദുബായിൽ 1.5 കോടി രൂപ നിക്ഷേപിച്ചെന്നും ചില നിയമപ്രശ്നങ്ങൾ കാരണം അതിൽ വലിയ നഷ്ടമുണ്ടായെന്നും ഇന്നും ആ പണം തിരികെ കിട്ടിയിട്ടില്ലെന്നും അഖിൽ പറയുന്നു. പിന്നീട് സാമ്പത്തിക കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയെന്നും അഖിൽ പറയുന്നു. തന്നെ സഹായിച്ചവരെ തിരിച്ചും സഹായിച്ചുവെന്നും അഖിൽ അവകാശപ്പെടുന്നു. 2 ലക്ഷം രൂപയുടെ കാർഷിക വായ്പ മുടങ്ങിയപ്പോൾ 5.5 ലക്ഷം രൂപ തിരിച്ചടച്ചെന്നും പറയുന്നു. അതിലും വലിയ അവകാശവാദമാണ് പിന്നീട് വരുന്നത്. ജീവിതത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടായപ്പോഴും ആരുടെയും കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടില്ലെന്നും ഒരാളെയും വാക്കുകൊടുത്ത് ചതിച്ചിട്ടില്ലെന്നും അഖിൽ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ആരെയും ചതിച്ചിട്ടില്ല എന്നത് ഒരു വ്യക്തി സ്വയം പറയുന്നത് കൊണ്ട് മാത്രം തെളിയുന്ന കാര്യമല്ല. അതിന് തെളിവുകളും രേഖകളും വേണം. അതുകൊണ്ട് തന്നെ ഇത്തരം അവകാശവാദങ്ങളെ ചോദ്യം ചെയ്യുന്നത് സ്വാഭാവികമാണ്. ഫ്ളാറ്റ് വാങ്ങുമ്പോൾ ലോൺ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നതും 80% തുകയും താൻ തന്നെ നൽകിയെന്നും ബെൻസിന് വെറും 18 ലക്ഷം രൂപ മാത്രമാണ് ലോൺ ഉണ്ടായിരുന്നതെന്നും അത് പിന്നീട് അടച്ചു തീർത്തുവെന്നും അഖിൽ പറയുന്നു. വോൾവോ, മിനി കൂപ്പർ, BMW ബൈക്ക്, മഹീന്ദ്ര XCV9, BMW 320D, നിസാൻ മാഗ്നറ്റ് തുടങ്ങിയ താൻ വാങ്ങിയ വാഹനങ്ങളുടെ പട്ടികയും അഖിൽ പങ്കുവെക്കുന്നുണ്ട്. ചിലത് പിന്നീട് വിറ്റ് കളഞ്ഞുവെന്നും പറയുന്നു. ഇപ്പോൾ മക്കളുടെ ഭാവിയെക്കുറിച്ചാണ് കൂടുതൽ ചിന്തയെന്നും നിക്ഷേപങ്ങളെക്കുറിച്ചാണ് ശ്രദ്ധയെന്നും അഖിൽ പറയുന്നുണ്ട്. അച്ഛനും അമ്മയും ഭാര്യയും മക്കളും ഉൾപ്പെടുന്ന കുടുംബത്തിന്റെ ചെലവ് താനാണ് വഹിക്കുന്നതെന്നും കഴിഞ്ഞ 3 വർഷവും മാസം ഏകദേശം 3 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ജീവിച്ചതെന്നും അഖിൽ പറയുന്നു. അതേസമയം കഴിഞ്ഞ 3 വർഷത്തിനിടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആളുകൾക്കായി ഏകദേശം 30 ലക്ഷം രൂപ ചിലവഴിച്ചിട്ടുണ്ടെന്നും അവകാശപ്പെടുന്നുണ്ട് അഖിൽ.
എന്നാൽ അതൊന്നും പരസ്യപ്പെടുത്തി നന്മ മരം കളിച്ചിട്ടില്ലെന്നും അഖിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഇവിടെയും ഒരു വിരോധാഭാസം നമുക്ക് കാണാം. ഇവിടെയാണ് മറ്റൊരു വൈരുദ്ധ്യം എന്ന് വേണമെങ്കിൽ കൃത്യമായിട്ട് പറയാം. സഹായം ചെയ്തതിന്റെ പരസ്യം നടത്തിയിട്ടില്ലെന്ന് പറയുമ്പോൾ തന്നെ എത്ര രൂപ സഹായിച്ചുവെന്ന കണക്കും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നു. സഹായം ചെയ്തതിൽ തെറ്റില്ല, പക്ഷേ അതിനെക്കുറിച്ച് പറയുന്ന രീതിയാണ് വിമർശനത്തിന് ഇടയാക്കുന്നത്. അഖിലിന്റെ കുറിപ്പ് പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് കടക്കുകയാണ്. ബിഗ് ബോസിന് ശേഷം നൽകിയ അഭിമുഖങ്ങളിൽ ജനങ്ങൾ തന്നിൽ ഒരു പൊതുപ്രവർത്തകനെ കണ്ടുവെന്നും ഇനിയുള്ള കാലം ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കണമെന്നും രാഷ്ട്രീയം തന്നെയായിരിക്കണം തന്റെ ഭാവിയെന്നും ചിന്തിച്ചിരുന്നുവെന്നും അഖിൽ പറയുന്നു. എന്നാൽ തന്റെ സത്യസന്ധത ഉൾക്കൊള്ളാൻ ഒരു പാർട്ടിക്കും കഴിഞ്ഞില്ലെന്നാണ് അഖിലിന്റെ വാദം. ഇവിടെയാണ് അഖിൽ സ്വയം വളരെ ഉയർന്നൊരു സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നും ഒരു പാർട്ടിക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര സത്യസന്ധനാണ് താൻ എന്ന സന്ദേശവും ഇതിലൂടെ നൽകുന്നത്. രാഷ്ട്രീയത്തിൽ ഒരാൾക്ക് അവസരം കിട്ടാത്തതിൻ്റെ കാരണം സ്വന്തം സത്യസന്ധതയാണെന്ന് സ്വയം തീരുമാനിക്കുന്നത് എളുപ്പമാണ്. പക്ഷേ അതാണ് യഥാർത്ഥ കാരണമെന്ന് തെളിയിക്കേണ്ടത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എല്ലാം ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചപ്പോൾ താൻ ചതിക്കപ്പെട്ടുവെന്നും പിന്നീട് പണത്തിനു വേണ്ടി രാഷ്ട്രീയത്തിലേക്ക് വന്നയാളാണ് താനെന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുവെന്നും അഖിൽ പറയുന്നു. കൊട്ടാരക്കരയിലെ ഐമാളിന്റെ കാര്യവും അഖിൽ തന്റെ സത്യസന്ധതയുടെ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏകദേശം 32 കോടി രൂപ മുടക്കി നിർമ്മിച്ച മാൾ അതിന്റെ ഉടമ അബ്ദുൾ റഹീം തന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചുവെന്നും 2.5 വർഷത്തോളം അവിടെ പ്രവർത്തിച്ചുവെന്നും അഖിൽ പറയുന്നു. തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് റിലീസ് വരെയുള്ള കാര്യങ്ങളിൽ പ്രവർത്തിച്ചിട്ടും ഭക്ഷണവും താമസവും ഒഴികെ 10,000 രൂപ പോലും ശമ്പളമായി വാങ്ങിയിട്ടില്ലെന്നും അഖിൽ പറയുന്നു. പിന്നീട് അതേ വ്യക്തിയിൽ നിന്ന് വിവിധ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിലൂടെ 50 ലക്ഷത്തിലധികം രൂപ കമ്മീഷനായി ലഭിച്ചുവെന്നും അഖിൽ പറയുന്നു. ഇവിടെയും അഖിലിന്റെ കഥയിലെ നായകൻ അഖിൽ തന്നെയാണ്. കഷ്ടപ്പെട്ടവൻ അഖിൽ, അവസരം തിരിച്ചറിഞ്ഞവനും അഖിൽ, ഫേസ് വാല്യൂ മനസ്സിലാക്കിയവനും അഖിൽ, കോടികളുടെ ഇടപാടുകൾ നടത്തിയവനും അഖിൽ തന്നെ, മറ്റുള്ളവരെ സഹായിച്ചവനും അഖിൽ, രാഷ്ട്രീയത്തിൽ ചതിക്കപ്പെട്ടവനും അഖിൽ, ഒടുവിൽ സത്യസന്ധനാണെന്ന് പറയുന്നതും അഖിൽ തന്നെ. ഇതാണ് ഈ കുറിപ്പിനെ വിമർശനാത്മകമായി കാണേണ്ട പ്രധാന കാരണം തന്നെ. ഒരു വ്യക്തി വിജയിച്ചതിന് ആരും അസൂയപ്പെടേണ്ട കാര്യമില്ല. സാമ്പത്തികമായി വളർന്നതും വാഹനങ്ങൾ വാങ്ങിയതും ഫ്ലാറ്റ് സ്വന്തമാക്കിയതും ബിസിനസ് ചെയ്തതും തെറ്റല്ല. പക്ഷേ സമ്പത്തിൻ്റെ കണക്കുകൾ കൊണ്ട് സത്യസന്ധത തെളിയിക്കാൻ കഴിയില്ല. 5 ലക്ഷം രൂപയുടെ ഉദ്ഘാടന പരിപാടി ലഭിച്ചതുകൊണ്ട് ഒരാൾ സത്യസന്ധനാകുന്നില്ല. 1 ലക്ഷം രൂപയ്ക്ക് അഭിമുഖം നൽകുന്നത് കൊണ്ടും കോടികളുടെ റിയൽ എസ്റ്റേറ്റ് ഡീൽ നടത്തിയതുകൊണ്ടും അതേ കാര്യം തന്നെ നടക്കുന്നു. ഒരു ചാനൽ ഉയർന്ന പ്രതിഫലം നൽകി വിളിച്ചതും സ്വഭാവ സർട്ടിഫിക്കറ്റ് അല്ല. അഖിൽ തന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാന മൂല്യത്തിൽ ബാങ്ക് ബാലൻസ് 27 ലക്ഷം രൂപ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ഓരോ വർഷത്തെയും ITR ഫയലിംഗും ഉണ്ടെന്നും പറയുന്നു. രേഖകൾ ഉണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. പക്ഷേ രേഖകൾ ഉണ്ടെന്ന് പറയുന്നതും അവകാശവാദങ്ങളെ സ്വതന്ത്രമായി പരിശോധിക്കാൻ കഴിയുന്നതും രണ്ടാണ്. അതിനാൽ അഖിലിന്റെ ഈ കുറിപ്പ് ഒരു കുമ്പസാരം എന്നതിലുപരി ഒരു സ്വയം വിശദീകരണം തന്നെയാണ്. തൻ്റെ ജീവിതത്തിലെ വിജയങ്ങളും പരാജയങ്ങളും അഖിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനിടയിൽ സ്വന്തം മഹത്വവും സത്യസന്ധതയും സ്വയം പ്രഖ്യാപിക്കുന്നതാണ് വിമർശനത്തിന് വഴിയൊരുക്കുന്നത്.